തോറ്റുകൊടുത്തില്ല വിക്രമാദിത്യൻ. അദ്ദേഹം വനാന്തർ ഭാഗത്തേക്ക് തിരിച്ചു നടന്നു. വീണ്ടും വേതാളത്തെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ തോളിലിരുന്ന് അത് വേറൊരു കഥയ്ക്ക് യവനിക നീക്കി. ഒരു രാജാവിന് 3 റാണിമാരുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി ഒന്നാമത്തെ റാണി രാജാവിനോടൊത്ത് മാളികയിൽ ആനന്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രകിരണങ്ങളേറ്റ് റാണി തളർന്നുപോയി. പനിനീരും ചന്ദനക്കിണ്ണവുമായി തോഴിമാർ ഓടി വരേണ്ടി വന്നു അവളുടെ ക്ഷീണം തീർക്കാൻ. മറ്റൊരിക്കൽ പൂത്തുലഞ്ഞ് സൗരഭ്യം പൊഴിക്കുന്ന ലതാ നികുഞ്ചത്തിലിരുന്ന് വിനോദിച്ചു വരവേ രണ്ടാമത്തെ പത്നി ഒരു വണ്ടിന്റെ മൂളിച്ച കേട്ട് തരളിത ഗാത്രയായി. അകലെ നിന്ന് നെല്ലി കുത്തുമ്പോഴുണ്ടാകുന്ന ശബ്ദം കേട്ടാണ് മൂന്നാമത്തെ റാണി തളർന്നു വീണത്. വേതാളം തിരക്കി. ഹേ രാജാവേ, ഈ മൂവരിൽ ആരുടെ ശരീരമാണ് കൂടുതൽ മൃദുലമായത്? വിക്രമാദിത്യൻ പറഞ്ഞു. വണ്ടിന്റെ മൂളിച്ചയും ചന്ദ്രകിരണങ്ങളും ലോലഗാത്രികളെ മോഹാലസ്യപ്പെടുത്തിയേക്കാം. എന്നാൽ ഉലക്കയുടെ ശബ്ദം കേട്ട് തളരുന്ന ദേഹമാണ് കൂടുതൽ മൃദുലം. വിക്രമാദിത്യന്റെ മറുപടി കേട്ട് വേതാളം ഞൊടിയിടയിൽ പഴയ സങ്കേതത്തെ അഭയം പ്രാപിച്ചു. അടുത്ത തവണയും വിക്രമാദിത്യനോട് വേതാളം പുതിയ കഥ ആരംഭിച്ചു. പ്രതാപശാലിയായ ഒരു രാജാവിന്റെ മന്ത്രിയായിരുന്നു പ്രതാപചന്ദ്രൻ എന്ന മഹാമനസ്കൻ. ലീലാലോലനായ യുവരാജാവ് രാജ്യകാര്യങ്ങൾ മന്ത്രിയെ ഏൽപ്പിച്ച് സ്വപത്നിമാരത്ത് സുഖിച്ചു വാണു. മന്ത്രി നാടുവാഴ്കെ അയാൾ രാജാവിനെ തുരത്തിക്കളയുവാൻ ശ്രമിക്കുന്നുവെന്ന് ഒരപവാദം പരന്നു. ദുഷ്കീർത്തിയുണ്ടാകുന്ന കിംവദന്തി കേട്ട് നിസ്വാർത്ഥ സേവകനായ പ്രതാപചന്ദ്രൻ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് ദേശാടനത്തിന് പോയി. അയാൾ മറ്റൊരു നഗരത്തിൽ ചെന്ന് ഒരു വ്യാപാരിയുടെ കൂടെ താമസിക്കുവാൻ തുടങ്ങി. ഒരു ദിവസം 2 പേരും ഒരുമിച്ച് കപ്പൽ യാത്ര ചെയ്തു വരവേ കൊടുങ്കാറ്റിൽപ്പെട്ട് മറ്റൊരു കരയിലെടുത്തു. അവിടെ വിജനമായ ഒരു ക്ഷേത്രവും അതിനരികിൽ നിദ്രാവശതയാർന്ന അതിസുന്ദരിയായ ഒരു സ്ത്രീയുമുണ്ടായിരുന്നു. താരുണ്യവും ലാവണ്യവും വഴിഞ്ഞൊഴുകുന്ന ഒരു മനോഹര സുന്ദരി. പ്രതാപചന്ദ്രനും വ്യാപാരിയും കപ്പൽ കയറി മടങ്ങി സ്വന്തം നാട്ടിൽ എത്തിച്ചേരുകയും രാജാവിനെ കണ്ട് അതുവരെ സംഭവിച്ചതെല്ലാം ഒന്നൊഴിയാതെ വിവരിക്കുകയും ചെയ്തു. സ്ത്രീലമ്പടനായ രാജാവ് അമ്പല പരിസരത്തെ മരത്തണലിൽ ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീയെപ്പറ്റി കേട്ട് അവളെ കാണണമെന്ന ആവേശത്തോടെ മന്ത്രിയെ കൂട്ടി അങ്ങോട്ട് യാത്ര തിരിച്ചു. അവളെ ദർശിച്ച മാത്രയിൽ രാജാവ് കാമപരവശനായി തീർന്നു. രാജാവിന്റെ ഇംഗിതം മനസ്സിലായപ്പോൾ ആ സ്ത്രീ തന്റെ വ്രതം തീർക്കാനെന്നും പറഞ്ഞ് അടുത്തുള്ള കുളത്തിൽ കുളിക്കാൻ ഇറങ്ങി. പെട്ടെന്ന് ഭീമാകാരമായ ഒരു മത്സ്യം അവളെ വിഴുങ്ങിക്കളഞ്ഞു. അതുകണ്ട് രാജാവ് മത്സ്യത്തെ കൊന്ന് അവളെ രക്ഷിച്ചു. അവൾ ഒരു ദേവകന്യകയായിരുന്നു. ഒരു ദിവസം എന്തോ കാരണത്താൽ അച്ഛൻ കോപിച്ച് അവളെ മത്സ്യം വിഴുങ്ങട്ടെ എന്ന് ശപിച്ചു. അപ്പോൾ ഒരു രാജാവ് വന്ന് രക്ഷിക്കുമെന്നും ശാപമോക്ഷം നൽകി. അവൾ ഈ കഥകൾ രാജാവിനോട് പറഞ്ഞു. അതിനുശേഷം രാജാവ് ആ ദേവകന്യകയെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഈ വിവരമറിഞ്ഞ പ്രതാപചന്ദ്രൻ ആത്മഹത്യ ചെയ്യുകയാണുണ്ടായത്. കഥ തീർന്നപ്പോൾ വേതാളം ചോദിച്ചു. രാജാവേ, മന്ത്രി ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടാണ്? താൻ കാണുകയും ആശിക്കുകയും ചെയ്ത സ്ത്രീയെ രാജാവ് വിവാഹം ചെയ്തതിനാലാണ് മന്ത്രി മരിച്ചത്. വിക്രമാദിത്യൻ മറുപടി പറഞ്ഞതോടെ വേതാളം കെട്ടഴിഞ്ഞു പോയി മുരുക്കുമരത്തിൽ കയറി. പിന്നെയും വിക്രമാദിത്യന്റെ പിടിയിലകപ്പെട്ട വേതാളം സരസമായ മറ്റൊരു കഥ പറഞ്ഞു തുടങ്ങി. തകർന്നു കിടന്നിരുന്ന ഒരു ക്ഷേത്രത്തിൽ ഒരു യോഗിയുണ്ടായിരുന്നു. ഒരിക്കൽ ഏതോ ബ്രാഹ്മണൻ വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യാതെ വളരെ പണിപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു. യോഗി മന്ത്രശക്തിയാൽ ബ്രാഹ്മണന് മൃഷ്ടാന്നം കൊടുത്ത് ഒരു മന്ത്രവും ഉപദേശിച്ചു. മന്ത്രസിദ്ധി കൈവന്ന ബ്രാഹ്മണൻ അത് ജപിച്ച് വെള്ളത്തിൽ മുങ്ങിയപ്പോൾ അവിടെ തന്റെ മകൻ നിൽപ്പുണ്ടെന്ന് തോന്നി. കരയ്ക്ക് കയറിയപ്പോൾ തന്റെ തോന്നൽ മിഥ്യയാണെന്ന് മനസ്സിലായി. വേതാളം ചോദ്യമെറിഞ്ഞു. രാജാവേ, ഇതിന്റെ കാരണം എന്താണ്? വിക്രമാദിത്യൻ ഉത്തരമേകി. ഏകാഗ്രമായി മന്ത്രം ജപിക്കാത്തതിനാലാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇത് കേട്ടയുടൻ വേതാളം കുതറിയോടി മുരുക്കുമരത്തിലേക്ക് കയറി.